ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ ആദ്യാക്ഷരം നുകരുവാൻ കുരുന്നുകളെത്തി. ഇവരെ വരവേൽക്കുവാൻ വിപുലമായ പരിപാടികളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി മദ്രസയിൽ ഒരുക്കിയത്. പുതിയ അധ്യയന വർഷം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നാട്ടുകൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അലവി മാസ്റ്റർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. മദ്രസ സെക്രട്ടറി കരിമ്പനക്കൽ ഹംസ, മൂസ മുസ്ലിയാർ, അഷ്റഫ് ഫൈസി, ഷൌക്കത്ത് ഫൈസി, അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിം സത്താർ, അബു ജാഫർ, സെയ്ദലവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അണ്ണാൻതൊടി ശാഖ SKSSF കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം നടത്തി. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്കും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും വളരെയധികം സൗകര്യപ്രദമായ രൂപത്തിലാണ് ഇന്ന് സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷേ മതവിദ്യാഭ്യാസ രംഗത്ത് ഭൗതികത കടന്നുകൂടുമ്പോൾ അത് വരുമ്പോൾ കുട്ടികൾ രക്ഷിതാക്കൾ താരതമ്യേന ഇത് ഒരു ഭാരമായിട്ട് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. CCN ന്യൂസ് ചെത്തല്ലൂർ. വിളയൂർ പഞ്ചായത്തിൽ പനി പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുരളി ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെയും വിളയൂർ ഗ്രാമികയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പനി പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിളയൂർ ഗ്രാമികയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ പ്രസീദ, ഡോക്ടർ സജ്ന മുസദ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധനയും ഹോമിയോ പ്രതിരോധ മരുന്നിന്റെ സൗജന്യ വിതരണവും സംഘടിപ്പിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുരളി പനി പ്രതിരോധ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NP രാമദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ T ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം K ഷീജ, രാജൻ മാടായിൽ, ഷാജി, ശ്രീകുമാർ, ജിജ, സിമി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ ഇപ്പോൾ വ്യാപകമായ ഡെങ്കി പനി, ഏത് പനിയും ഡെങ്കിയാണ് എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ചില മരണങ്ങൾ സംഭവിച്ചു. അതൊക്കെ ഡെങ്കിയാണ് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. വെസ്റ്റ് നഗറിൽ നടന്ന മരണം മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ ഡെങ്കിയല്ല. അയാൾക്ക് ഷുഗറിന് 15 വർഷമായി ചികിത്സിക്കുന്നതാണ്. മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഷുഗർ ലെവൽ 590 അയാൾക്കാണെങ്കിൽ BP ഏറ്റവും ലോ ആണ്. ആ പനി വന്നിട്ടുണ്ടാവാം. പക്ഷെ അയാൾക്ക് ഒരു സ്ട്രോക്ക് സംഭവിച്ചതിൻ്റെ ഭാഗമായ ഒരു സൈഡ് ഞരമ്പ് തളർന്ന് പൊട്ടി അകത്ത് ബ്ലീഡിങ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാളുടെ മരണം സംഭവിക്കുന്നത്. പനിയും ഉണ്ടാവാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ള ഒരാൾ, പ്രഷറായാലും ഷുഗറായാലും കിഡ്നി കംപ്ലൈൻ്റ് ഉള്ള ആളുകൾ, ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നവർ, ഇങ്ങനെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്ക് ഈ ഡെങ്കി അല്ലെങ്കിൽ ഏതൊരു പനിയും താങ്ങാൻ ആവശ്യമായ പ്രതിരോധം കുറവാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തച്ചനാട്ടുകര നാട്ടുകൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇനി പുതിയ കെട്ടിടത്തിലേക്കുള്ള മാറ്റം തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് PT ഖമറുല്ലൈല ഉദ്ഘാടനം ചെയ്തു. 16-17 വർഷത്തെ പദ്ധതിയിൽ ഈ ബിൽഡിങ്ങിലേക്ക് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയും അതുപോലെ തന്നെ ഫർണിച്ചറിന് വേണ്ടിയും നമ്മൾ തുക വകയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറിയൊരു കുറച്ച് ഫർണിച്ചർ ഇന്നിവിടെ എത്തിക്കാനും അതുപോലെ തന്നെ വൈദ്യുതീകരിക്കുന്നതിന് വേണ്ടി ഒരു 85,000 രൂപയാണ് അന്ന് പഞ്ചായത്തിന് ചെലവായിട്ടുള്ളത്. ഏതായാലും പഞ്ചായത്തിൻ്റെ പദ്ധതികളൊക്കെ തന്നെ ഒരു വർഷത്തെ പദ്ധതികൾ നടപ്പിലാക്കാൻ മാർച്ച് മാസം ആകുന്നതോടുകൂടിയാണ് നമുക്കത് നടപ്പിലാക്കി അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് സ്റ്റേജിൽ എത്താൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത് എന്ന ആ കാര്യം നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് V രാമൻകുട്ടി ഗുപ്തൻ അധ്യക്ഷനായി. ബോധവൽക്കരണ ക്ലാസ്, പനി ക്ലിനിക് എന്നിവ നടന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ലീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT സിദ്ദിഖ്, നാട്ടുകൽ PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാനവാസ്, പഞ്ചായത്ത് അംഗങ്ങളായ KT ജലീൽ, AK വിനോദ്, രാമചന്ദ്രൻ, രമണി, രജനി, പ്രിയ, സെയ്ലാബി, കാളിദാസൻ, ശാരദ, പിലാത്തറ ബഷീർ, EM നവാസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. CCN ന്യൂസ് ചെത്തല്ലൂർ. ചക്ക വൈവിധ്യവുമായി ഞാറ്റുവേല കാർഷിക ചക്ക മഹോത്സവം ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. പാലക്കാട് മാത്തൂർ വില്ലേജിലുള്ള യുവ ജൈവ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത്. ചക്ക കൊണ്ട് വിവിധ പായസങ്ങൾ, ഉണ്ണിയപ്പം, ചക്കക്കുരു പായസം, ഹലുവ അങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കാഴ്ചവെക്കുകയാണ് മഞ്ചേരി പന്തലൂർ സ്വദേശിയായ ഷിജിയും ഷാജിയും. അൽനാസ് എന്ന പേരിൽ സ്വന്തമായി ഇവർക്കൊരു സ്ഥാപനവുമുണ്ട്. നിരവധി ആളുകളാണ് ചക്ക വൈവിധ്യങ്ങൾ വാങ്ങുവാനായി ഇവിടെ എത്തുന്നത്. പച്ചച്ചക്ക പായസം, ചക്ക വരട്ടി, ചക്ക ഐസ്ക്രീം അങ്ങനെ നിരവധി മധുരങ്ങളും അച്ചാർ, സ്ക്വാഷ് പോലുള്ളവയും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ചെർപ്പുളശ്ശേരി, ഇടുക്കി, വയനാട് ഭാഗങ്ങളിൽ നിന്നാണ് ചക്കകൾ എത്തിക്കുന്നത്. നാട്ടുവേലയിൽ എല്ലാ ചെടികളും വളർന്നു വരാനും
അതിൻ്റെ വിത്തുകളും അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം. CCN ന്യൂസ് ഒറ്റപ്പാലം. കഥകളുടെ സുൽത്താന്റെ ഓർമ്മക്കുറിപ്പുമായി ഒരു ദിനം. ലാളിത്യമുള്ള രചനാശൈലിയിൽ ഏറെ കഥാപാത്രങ്ങളെ സമ്മാനിച്ച മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം വ്യത്യസ്തമായ പരിപാടികളോടെ നടന്നു. തിരുവിഴാംകുന്ന് CPAUP സ്കൂളിൽ ഓർമ്മയുടെ അറകളിലേക്കും ജീവിത നിഴൽപ്പാടിലേക്കും വെളിച്ചം തുറന്ന പരിപാടി പ്രധാനാധ്യാപകൻ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി ചേർന്നൊരുക്കിയതാണ് അനുസ്മരണ പരിപാടി. ബഷീർ കഥാപാത്രങ്ങളുടെ നാടകാവിഷ്കാരത്തോടെയാണ് കുട്ടികൾ ബേപ്പൂർ സുൽത്താന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചത്. ബഷീറായി ഷഹബാസും പാത്തുമ്മയായി ശ്വേതയും വേഷമിട്ട് 2 ആട്ടിൻകുട്ടികളുമായി രംഗത്തെത്തിയത് വിദ്യാർത്ഥികളിൽ ആവേശമായി. കുണ്ടൂർക്കുന്ന് VPAUP സ്കൂളിലെ ബഷീർ ദിനത്തിൽ കുട്ടികൾ ബഷീറിന്റെ കഥാപാത്രങ്ങളായി. ബഷീറും പാത്തുമ്മയും മുച്ചിട്ടു കളിക്കാരനും ഒറ്റക്കണ്ണൻ പോക്കരുമെല്ലാം അവരുടേതായ വിവിധ കഥാസന്ദർഭങ്ങളിലെ സംഭാഷണ ശകലങ്ങളുമായി കാഴ്ചക്കാരുടെ മനം കവർന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ബഷീറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം, പുസ്തക പ്രദർശനം എന്നിവ നടന്നു. മുഹമ്മദ് നബീൽ, ഷമീർ അലി, ദിയ, ഹസൻ എന്നിവരാണ് ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങൾക്ക് രൂപഭാവങ്ങൾ നൽകിയത്. K. ശിവപ്രസാദ്, A. പ്രശാന്ത്, പ്രഗീഷ്, വഹീദ എന്നിവർ നേതൃത്വം നൽകി. CCN ന്യൂസ് ചെത്തല്ലൂർ. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കിഴക്കേക്കര ഈപ്പൻ തോമസ് അന്തരിച്ചു. 66 വയസ്സായിരുന്നു. കാഞ്ഞിരപ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. CCN വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.ccntv.in. പ്രധാന വാർത്തകൾ വീണ്ടും. ജിഷ്ണു കേസിൽ സർക്കാരിനെ കല്ലെറിയാൻ ശ്രമിച്ച കോൺഗ്രസിന്റെയും BJPയുടെയും സമീപനം പൊള്ളയായിരുന്നു എന്നതിന് ഉദാഹരണമാണ് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ ഒത്തുതീർപ്പ് ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് PK ശശി MLA. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറം പോസ്റ്റ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KA സുദർശനകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ മതപണ്ഡിതനും SYS സംസ്ഥാന ട്രഷററുമായ ഹാജി K. മുഹമ്മദ് ഫൈസി തിരൂർക്കാട് വിടവാങ്ങി. CCN വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ്, കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.